നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റുകാരെ കണ്ണുവെച്ച് ബി.ജെ.പി. ചെങ്കൊടി കാവിക്കൊടിയാക്കാൻ കരുത്തുറ്റ നീക്കങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കാര്യമായ ക്ഷീണമുണ്ടായെങ്കിലും കേരളത്തിൽ ആദ്യമായി ഒരു എം.പിയെ കിട്ടിയ ആവേശത്തിലാണ് ഇവിടുത്തെ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും. ഒരു സീറ്റിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ബി.ജെ.പിയുടെ വോട്ട് ശതമാനം കാര്യമായി ഉയർത്താൻ കഴിഞ്ഞു എന്നതും പാർട്ടിക്ക് വലിയ ആവേശം പകർന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മുതിർന്ന നേതാക്കളുടെ ചുമതലയിൽ പാർട്ടി താഴെ തട്ട് മുതൽ ഊർജ്ജസ്വലരായി ചലിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി. കേരള നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നയിക്കുന്ന CPM പാർട്ടിക്ക് അവരുടെ ശക്തി കേന്ദ്രമായ പല സ്ഥലങ്ങളിലും വോട്ട് കുറഞ്ഞതും CPM വോട്ടുകൾ ബി.ജെ.പിക്ക് ലഭിച്ചതും ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശിയതുകൊണ്ടാണെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ പല ജില്ലകളിലും CPM നേതാക്കൾക്കിടയിൽ വിഭാഗീയതയും പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയും നിലനിൽക്കുന്നുണ്ട്. ഈ അവസരം ബി.ജെ.പിക്ക് ഗുണകരമായി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്ന തീരുമാനവുമായിട്ടാണ് നേതാക്കൾ രംഗത്തിറങ്ങി ഇരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട കണ്ണൂരിലെ കയ്യൂർ, കരിവള്ളൂർ, തില്ലങ്കേരി, പാറപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും CPMന്റെ വോട്ട് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. ഈ വോട്ടുകൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം മൊത്തത്തിൽ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഒന്നാമതെത്തി. അതുപോലെ തന്നെ 18 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നണി നേതാക്കളെ തള്ളിക്കൊണ്ട് ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയുണ്ടായി. ഈ കണക്കുകൾ ബി.ജെ.പിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അസംബ്ലിയിലും ലോക്സഭയിലും ജയിച്ചു കയറാൻ കഴിയാതെ വന്നപ്പോഴും നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ബി.ജെ.പി. വലിയ ശക്തിയായി ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി നടക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 20,000-ത്തിലധികം സീറ്റുകളും സ്ഥാനാർത്ഥികളും ഉണ്ടാകും. ഇതിൽ പകുതി സ്ഥാനങ്ങളിലെങ്കിലും വിജയം ഉറപ്പിക്കണം എന്ന തീരുമാനവുമായിട്ടാണ് ബി.ജെ.പി. രംഗത്തിറങ്ങിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ കേരളത്തിലെ മുതിർന്ന സംസ്ഥാന നേതാക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ജില്ലയുടെ ചുമതല നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ നേതാക്കൾ ബി.ജെ.പിയുടെ എല്ലാ കാലത്തും ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചിട്ടുള്ള RSS നേതാക്കളുമായി ചർച്ചകൾ നടത്തിയിരിക്കുന്നു. അവരുടെ സഹകരണം പൂർണ്ണമായും ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയിലേക്കാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഭാവി രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന ബി.ജെ.പി. നേതൃയോഗത്തിൽ മുതിർന്ന നേതാക്കൾ പോലും ജില്ലകളുടെ ചുമതല സ്വയം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം തന്നെയാണ് ഈ പുതിയ ഉണർവിന് വഴിയൊരുക്കിയത്. ഒരു വർഷത്തിനകം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബി.ജെ.പി. ശക്തി തെളിയിക്കുന്നതിനുള്ള അവസരമാക്കുകയും അതുവഴി പൊതുസമൂഹത്തിൽ ബി.ജെ.പിക്ക് അനുകൂലമായ തരംഗം ഉണ്ടാക്കുകയും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി പ്രകടമാക്കുന്ന വിജയം നേടിയെടുക്കുകയും ചെയ്യുന്ന എന്ന ലക്ഷ്യമാണ് ബി.ജെ.പിക്കുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അനുഭാവികളിൽ നല്ലൊരു ശതമാനം ബി.ജെ.പിക്ക് വോട്ട് ചെയ്തതായി കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നിരാശരും അഭിപ്രായ വ്യത്യാസമുള്ളവരുമായ CPM പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും നേരിട്ട് കാണുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തി ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കുന്നതിനും കടന്നുവരുന്ന പ്രവർത്തകർക്ക് അവർ അർഹിക്കുന്ന മാന്യമായ പദവികൾ നൽകുന്നതിനും നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് ബി.ജെ.പി. ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് CPMലെ നിരാശരായ സഖാക്കളെയാണ്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറയായി നിന്നിരുന്നത് ഈഴവരടക്കമുള്ള പിന്നോക്ക സമുദായ അംഗങ്ങളായിരുന്നു. ഇവരിൽ പലരും ഇപ്പോൾ CPMന്റെ മുസ്ലിം ക്രിസ്ത്യൻ പ്രീണനത്തിന്റെ നടപടികളിൽ എതിർപ്പുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, CPM സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന SNDP സെക്രട്ടറി വെള്ളാപ്പള്ളിക്കെതിരായ പ്രസ്താവനകളും മുതലെടുക്കാൻ ബി.ജെ.പി. ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും കേരള നേതാക്കളുടെ നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന CPM നേതാവ് പിണറായി വിജയന്റെ പേരിലുള്ള വലിയ കേസുകളിൽ കേന്ദ്രം അയഞ്ഞ സമീപനം പുലർത്തുന്നത് അവസാനിപ്പിക്കണം എന്ന കാര്യം കൂടി കേരള നേതാക്കൾ കേന്ദ്ര ബി.ജെ.പി. നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായും അറിയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാസപ്പടി കേസിലും സ്വർണ്ണക്കടത്തും ലാവ്ലിൻ കേസിലും കുടുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും വല്ലാത്ത പ്രതിസന്ധിയിൽ എത്തിച്ചേരും എന്നതാണ് ഇപ്പോഴത്തെ പരിതാപകരാവസ്ഥ. നന്ദി, നമസ്കാരം.